ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടിങ്കിൾസ്. അടപ്രഥമൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? വളരെ സ്വാദിഷ്ടമായ ഒരു അടപ്രഥമൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. ഞാൻ രോഷ്നിയാണ് ആൻഡ് യു ആർ വാച്ചിങ് ഹാർട്ട് ടു ഹാർട്ട് ടിങ്കിൾസ്. അടപ്പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 200 ഗ്രാം റെഡിമെയ്ഡ് അരിയടയാണ് എടുത്തിട്ടുള്ളത്. മൈദ അട വേണമെങ്കിലും ഉപയോഗിക്കാം, രണ്ടും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതുപോലെ വലിയ പീസസ് ഒക്കെ ഇതിലുണ്ടാവും, അതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഇനി ഈ അട ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവുമ്പോൾ കഴുകി വെച്ചിരിക്കുന്ന അട അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അട വേവുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനൊരു 400 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കാനായിട്ട് വെക്കാം. ശർക്കര ഉരുകി കഴിയുമ്പോൾ നമുക്കിതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഒരു 50 ഗ്രാം ചവ്വരി വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ചവ്വരി പായസത്തിൽ ആഡ് ചെയ്യുന്നത് പായസം ഒന്ന് കുറുകി വരാനാണ്. ഒരു 10 മിനിറ്റ് കുതിർന്നതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 2.5 കപ്പ് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്ക് ചവ്വരി ചേർത്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് തിളപ്പിച്ചാൽ മതിയാവും. എന്നിട്ട് നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അട ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് പ്രസ് ചെയ്ത് നോക്കുമ്പം മനസ്സിലാകും, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്നും മാറ്റാം. അട ചൂടുവെള്ളത്തിൽ നിന്നും അരിച്ച് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം ഇതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പശയൊക്കെ അങ്ങ് പോകുകയും ചെയ്യും. അതുപോലെ തന്നെ അട തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കുകയും ചെയ്യും. കുറച്ച് കൂടുതൽ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ വെള്ളം തോരാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് എല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നെയ്യിൽ നിന്നും മാറ്റാം. ഇനി നമുക്ക് റൈസിൻസ് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് മൂത്ത് വരുമ്പോൾ നെയ്യിൽ നിന്നും മാറ്റാം. എന്നിട്ട് കുറച്ച് തേങ്ങ ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ നമുക്ക് നെയ്യിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന അട ഇനി ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇനി അടയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അട ശർക്കരപ്പാനിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇത് കുറച്ച് സമയമെടുക്കുന്ന ഒരു സ്റ്റെപ്പാണ്. നമ്മുടെ അട എത്രത്തോളം മൂത്ത് വരുന്നു അത്രയും ടേസ്റ്റി ആയിരിക്കും പായസം. കണ്ടോ, ശർക്കരപ്പാനിയൊക്കെ ഒന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ് ആയിരുന്ന അടയുടെ പീസസൊക്കെ കുറച്ചൊന്ന് ഹാർഡാകാൻ തുടങ്ങും. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് മൂത്ത് വരുന്ന ഒരു പരുവം. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനൊരു വലിയ തേങ്ങയിൽ നിന്നുമാണ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുള്ളത്. അതിൽ നിന്നും 3-ാം പാലാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2.5 കപ്പ് 3-ാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരിയും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. കുറച്ചൊന്ന് കുറുകി വരുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ്സാണ് 2-ാം പാൽ എടുത്ത് വെച്ചിരിക്കുന്നത്, അതുകൂടെ ഒഴിച്ചിട്ടുണ്ട്. വീണ്ടും ഇളക്കി കൊടുക്കാം. ഇതും ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അതും ഞാൻ 1 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്, അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ
ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യുകയും വേണം. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല. ഒരു 6 ഏലക്ക, 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ അടപ്രഥമൻ കുറുകി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും റേസിൻസും തേങ്ങ പീസസും ഒക്കെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ അടപ്പായസം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ സദ്യയുടെ കൂടെയാണെങ്കിൽ 10 പേർക്ക് വിളമ്പാൻ തികയും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. അതുപോലെ തന്നെ എല്ലാ ഫ്രണ്ട്സും ടിങ്കിൾസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.